ഹജ്ജിനിടെ 1301 പേർ മരിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അന്തിമ കണക്ക്. മരിച്ചവരിൽ 83% പേരും ഹജ്ജിൽ പെർമിറ്റില്ലാതെ നുഴഞ്ഞുകയറിയവരാണ്. 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയ കാലാവസ്ഥയിൽ സൂര്യാതപമേറ്റാണ് ഇവർ മരിച്ചത്. ആശുപത്രികളിൽ കഴിയുന്നവരിൽ 93 പേർക്കും ഹജ്ജ് ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നില്ല. സാഹസം കാണിച്ചതാണ് പലരും തളർന്നു വീഴാൻ ഇടയാക്കിയതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. DNA അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മരിച്ച തീർത്ഥാടകരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 18 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജിനെത്തിയത്. ഇതിൽ 1301 പേർ ഹജ്ജിനിടയിൽ ഇതുവരെ മരിച്ചതായാണ് റിപ്പോർട്ട്. 1000-ലേറെ തീർത്ഥാടകർ ഹജ്ജിനിടയിൽ മരണപ്പെട്ടതായി നേരത്തെ വിവിധ എംബസികളുടെ കണക്കുദ്ധരിച്ച് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. മരിച്ചവരിൽ അധികം പേരും തിരിച്ചറിയൽ രേഖകളോ മറ്റോ കൈവശം വെച്ചിരുന്നില്ല. DNA അടക്കമുള്ള സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് മരിച്ച തീർത്ഥാടകരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട ഭൂരിഭാഗം ഹാജിമാരുടെ കബറടക്കവും ഇതിനകം നടന്നു. 4,65,000 പേരാണ് ഹജ്ജ് വേളയിൽ ചികിത്സ തേടിയത്. ഇതിൽ 3000 പേർക്ക് ഓപ്പൺ ഹാർട്ട് സർജറികൾ ഉൾപ്പെടെയുള്ള ഉയർന്ന ചികിത്സയാണ് ലഭ്യമാക്കിയത്. ചികിത്സ നൽകിയവരിൽ മിക്കവരും അനധികൃത തീർത്ഥാടകരാണ്. ഹജ്ജ് സീസൺ തുടങ്ങിയതു മുതൽ 1.3 ദശലക്ഷം പേർക്ക് ചികിത്സ നൽകിയിട്ടുണ്ട്. പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള ശക്തമായ മുൻകരുതലുകൾ നേരത്തെ സ്വീകരിച്ചതിനാൽ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഇത്തവണ ഹജ്ജ് സീസണിൽ ഉണ്ടായില്ല. സൂര്യാതപം ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ബോധവൽക്കരണവും ഹാജിമാർക്ക് നേരത്തെ നൽകിയിരുന്നു. കൃത്യമായ ടെന്റുകളോ ഭക്ഷണമോ ഉറപ്പുവരുത്താതെ അനധികൃതമായി ഹജ്ജിനെത്തിയ തീർത്ഥാടകർക്കാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചത്. മന്ത്രാലയം ആവർത്തിച്ച് പറഞ്ഞിട്ടും നിയമം ലംഘിച്ചതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. മക്കയിൽ ശക്തമായ ചൂട് തുടരുകയാണ്. മക്കയിൽ നിന്നും സാബി സലീം, മീഡിയ വൺ.